കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കുക്കിംഗ് അല്ല എൻ്റെ ഇത്താത്തയാണ്. ഇത് എൻ്റെ ഇത്താത്ത ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ കടലക്കറിയാണ്. എൻ്റെ ഇത്താത്ത എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. എൻ്റെ ഇത്താത്ത നല്ല സൂപ്പർ കുക്കാണ്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് പുട്ടും പിന്നെ അതേപോലെ ദോശയായിരുന്നു കേട്ടോ. രണ്ടും കൂടെ ഉണ്ടാക്കിയത് വേറൊന്നുമല്ല, ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കൂടെ തികയില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ പുട്ടുണ്ടാക്കിയതാണ്. പുട്ടും കൂടെ ഉണ്ടാക്കിയതോടുകൂടി ഒരുപാടായിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ അതേപോലെ ഞാൻ കഴിച്ചത് ഒരു ദോശയും പിന്നെ അതേപോലെ വെള്ളക്കടലയും പിന്നെ ചട്നിയും കൂടെയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ ഉമ്മ എത്ര വന്നാലും കറി കഴിക്കാൻ പറഞ്ഞാൽ കറി എടുക്കൂല, വെറും കട്ടൻ ചായയും പുട്ടും കൂടെയാണ് എൻ്റെ ഉമ്മ കഴിക്കാറുള്ളത്. ഇത് ഹൈസിന് കൊടുക്കാനുള്ള പാലാണ്. ഹൈസിന് വീഡിയോയിൽ കാണിക്കാത്തത് വേറൊന്നുമല്ല, പിള്ളേരെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വ്യൂസ് കുറയും, ചാനൽ മോണിറ്റൈസേഷൻ ആവാത്തതുകൊണ്ട് തന്നെ. ഹൈസിനുള്ളതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ പച്ചല വരെ ഉണ്ടാവും. പച്ചല വരെയും എവിടെ നിങ്ങാണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അവനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അടിച്ചു വാരി തുടക്കണം. കാരണം ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് അതൊക്കെ തറയിൽ അവൻ ഇടാറുണ്ട്. എനിക്ക് അടിച്ചു വാരി തുടക്കുന്ന കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ദിവസം തുടച്ചില്ലെങ്കിൽ എന്തോ പോലെയായിരിക്കും. പിന്നെ ഉച്ചക്ക് കറിക്ക് കിട്ടിയത് ചെമ്മീനാണ് കേട്ടോ കിട്ടിയത്. ഞാൻ പൊരിച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ചെമ്മീൻ സാധാരണ പൊരിച്ചിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ സവോളയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയുള്ളി എപ്പോഴും ചെമ്മീൻ റോസ്റ്റിൽ ചേർക്കണം നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചതച്ച മുളകും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കണില്ല, കാരണം ചെമ്മീൻ മസാല തേച്ച് പൊരിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ മുളക് ചാറ് വെക്കണം കേട്ടോ. തേങ്ങ വറുത്തരച്ച് വെക്കാത്തത് വേറൊന്നുമല്ല, ചെമ്മീൻ. കാരണം തേങ്ങക്ക് നല്ല വിലയാണ്, ചെമ്മീനേക്കാൾ കൂടുതൽ വിലയാണ് തേങ്ങക്ക്. കാരണം ഇപ്പം തേങ്ങ കിട്ടാനില്ലല്ലോ. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ മുളക് ചാറ് വെക്കണത്. ഞാനിട്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, എരിവ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം പച്ചമുളകും ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ, പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ പുളിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തക്കാളി ചേർത്താണെങ്കിൽ ഒരു മുളക് ചാറിന് കുടംപുളി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. കുടംപുളി വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ ചെമ്മീനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെമ്മീൻ വെച്ചിട്ട് രണ്ടായിട്ട് തിരിച്ച്, കാരണം കുറച്ച് റോസ്റ്റ് ചെയ്യാനും കുറച്ച് കറി വെക്കാനും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പുട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എൻ്റെ ഇത്താത്ത ഉണ്ടാക്കിയ പുട്ടിനൊക്കെ അപാര ടേസ്റ്റാണ്. ഞാൻ ചോറിന് പകരം പുട്ടാണ് എടുത്തത്. ഇത് കായത്തൊണ്ട്, പച്ചക്കായയുടെ തൊണ്ടും പയറും കൂടെ ഒലത്തിയതാണ്. പിന്നെ ചെമ്മീൻ മുളക് ചാറ് പിന്നെ ചെമ്മീൻ റോസ്റ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പറയാനായിട്ട് ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.